سؤالي. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, മനുഷ്യനും പിശാചും തമ്മിലുള്ള ഇടപാടുകൾ, പിശാചിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഇവയാണ് നാം കഴിഞ്ഞ ചർച്ചകളിൽ പരാമർശിച്ചത്. മനുഷ്യരും പിശാചും തമ്മിലുള്ള ശക്തമായ ഒരിടപാടാണ് അടുത്തതായി സംസാരിക്കുന്നത്. മാരണം അഥവാ സിഹിർ. ഇവിടെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ, അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ രോഗിയാക്കുവാൻ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ, അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നിപ്പിക്കുവാൻ പല ആവശ്യങ്ങൾക്കായിട്ടാണ് മാരണ പ്രക്രിയ ചെയ്യുന്നത്. ഇവിടെ മനുഷ്യനും പിശാചും തമ്മിലുള്ള ഈ ഇടപാട് വളരെ സങ്കീർണമാണ്. മാരണപ്രക്രിയയ്ക്ക് വേണ്ടി ഒരാൾ സമീപിക്കുന്നത് ഒരു മന്ത്രവാദിയെയാണ്. ആ മന്ത്രവാദി വരുന്ന ആളുടെ ആവശ്യമനുസരിച്ച് അയാളുടെ കീഴിലുള്ള, അല്ലെങ്കിൽ അയാൾ കീഴ്പ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുമായി സഹകരിക്കുന്ന പിശാചിനെ ആ ആവശ്യത്തിലേക്ക് വേണ്ടി ഒരു വ്യക്തിയിലേക്ക് അയക്കുന്നു. ആ പിശാച് ആ മാരണക്കാരൻ, അല്ലെങ്കിൽ ആ സാഹിർ, അല്ലെങ്കിൽ മന്ത്രവാദി പറയുന്നത് പോലെ, അല്ലെങ്കിൽ മന്ത്രവാദി കൽപ്പിക്കുന്നത് പോലെ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ പിശാചിന്, അല്ലെങ്കിൽ ജിന്നിന് പറയുന്ന പേര് ഹാദിമു സിഹർ എന്നാണ്. എന്നാൽ മറ്റൊരു പിശാചിനെ, ജിന്നിനെ കാവൽക്കാരനായി അയക്കുന്നു. ഈ മാരണത്തിന് വേണ്ടി അയക്കപ്പെട്ടുള്ള ജിന്ന് തൻ്റെ പ്രവൃത്തി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിശാചിനെ മന്ത്രവാദി അയക്കുന്നത്. ഇവിടെ ഈ പിശാചിന് മനുഷ്യനുമായി യാതൊരു എതിർപ്പുമില്ല, ആ മനുഷ്യനുമായി യാതൊരു വൈരാഗ്യവുമില്ല. പക്ഷേ ഈ മന്ത്രവാദി അഥവാ സാഹിർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രം. ഇതിനുവേണ്ടി മന്ത്രവാദി ചെയ്യുന്നത് ഈ പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് പിശാച് മന്ത്രവാദി കീഴ്പ്പെട്ട് അയാളുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഡിസംബർ 2013 മനോരമ ആരോഗ്യമെന്ന പ്രസിദ്ധീകരണമാണ്. ഇതിനകത്ത് വിശ്വാസ ചികിത്സ എന്നൊരു പ്രത്യേക വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മന്ത്രവാദി പറയുന്നതായിട്ട് കണ്ടോ, ആരെ വശീകരിക്കണം പറയൂ. അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ആരെ വശീകരിക്കണം പറയൂ എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നു, വശീകരിക്കേണ്ട ആളിൻ്റെ ഒരു ഫോട്ടോയും മുടിനാരും മതി ആരെയും വശീകരിക്കുക. അപ്പോൾ ആരെയാണ് വശീകരിക്കേണ്ടത്? ഇത് സിഹറിൻ്റെ ഒരു ഇനമാണ്. വശീകരിക്കുക, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ അടുപ്പിക്കുക. ഒരാൾ ഒരു വ്യക്തിയെ പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പക്ഷേ ആ വ്യക്തി തിരിച്ച് പ്രതികരിക്കുന്നില്ല. ഈ അവസരത്തിൽ ആ സ്നേഹം ഉറപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തി സ്നേഹിക്കുവാൻ വേണ്ടി വശീകരണത്തിലുള്ള സിഹിർ അഥവാ മാരണം ചെയ്യുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്വത്തുണ്ട്, ആ സ്വത്ത് തന്നെ അതുകൊണ്ട് സഹായിക്കുന്നില്ല, അപ്പോൾ അയാളുടെ സ്നേഹം കിട്ടുവാൻ വേണ്ടി അയാൾക്ക് സിഹിർ ചെയ്യുന്നു. ഇതുപോലെ പല രീതിയിലാണ് ആളുകൾ പല ഉദ്ദേശത്തോടുകൂടെ സിഹിർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ പറയുന്നത് ഒരു ഫോട്ടോയും ഒരു മുടിനാരും മതി, അയാൾ ആരെ വേണമെങ്കിൽ വശീകരിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. അതിനാൽ ചെയ്യുന്ന കാര്യം നോക്കുക. ഇതിൽ പറയുന്ന ഇപ്രകാരമാണ്: 4448 മൂർത്തികളെ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. വരുന്നയാളിൻ്റെ ആവശ്യമനുസരിച്ചാണ് മൂർത്തിയെ വിളിക്കുന്നതും നിയോഗിക്കുന്നതും. അപ്പോൾ ഓരോ ആവശ്യത്തിന് വേണ്ടി അവർ ആരാധിച്ച് അല്ലെങ്കിൽ സേവ ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടുള്ള ഈ പിശാചുക്കളെയാണ് അയക്കുന്നത്. ആ പിശാച് ഈ മന്ത്രവാദിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും. പല വീടുകളിലും ആളുകൾ തമ്മിൽ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, വീട് വിട്ട് ഓടിപ്പോകുന്നു. മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല, സമൂഹത്തെ പരിഗണിക്കുന്നില്ല. ഇവിടെയെല്ലാം നമുക്ക് ഇതുപോലുള്ള പ്രക്രിയകൾ കാണാൻ സാധിക്കും. നിരവധി രോഗികൾ ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. വശീകരണ വിധേയമായിക്കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ഒരു പരിചയമില്ലാത്ത ആളുകളുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ പലരുടെയും പിന്നാലെ പോയിക്കൊണ്ട് ആൺകുട്ടികൾ. ഇതിൽ കാണാൻ സാധിക്കും. മറ്റൊരു ലേഖനത്തിൽ കണ്ടോ, വശ്യപ്രയോഗത്തിന് 1 ഡിമാൻഡ്. അതിൽ പറയുന്നത്, കോളേജ് വിദ്യാർത്ഥികൾ മുതൽ സിനിമക്കാർ വരെ വശീകരണ സൂത്രവിദ്യ രഹസ്യമായി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ മുൻപൊക്കെ വശീകരണത്തിന് യൂസ് ചെയ്തിരുന്നത് രോഗിയുടെ അവശിഷ്ടങ്ങൾ, നഖം, മുടി, അതുപോലെ രക്തം, അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്ത്രം, ഇതൊക്കെയാണ്. പക്ഷേ ഇന്ന് അതെല്ലാം മാറിക്കൊണ്ട് ശീതളപാനീയങ്ങൾ, ചോക്ലേറ്റുകൾ,
അതുപോലെ തന്നെയുള്ള വസ്തുക്കൾ മാരണക്രിയക്ക് അല്ലെങ്കിൽ വശീകരണക്രിയക്ക് വിധേയമാക്കിക്കൊണ്ട് അവർക്ക് സമ്മാനമായി നൽകുന്നു. ചിലപ്പോൾ ഒരു പിന്നെ ബർത്ത്ഡേ പ്രൈസ് എന്ന് പറഞ്ഞായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളുടെ പേരിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അവർ അത് ഭക്ഷിക്കുന്നു. അത് ഭക്ഷിക്കുന്നതോടുകൂടി അവർ ഈ വശീകരണത്തിന് വിധേയമാകുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. ഇതുപോലെ നിരവധി കേസുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത് വശീകരണത്തിൻ്റെ അല്ലെങ്കിൽ മാരണത്തിൻ്റെ ഒരിനം മാത്രമാണ്. അതുപോലെ ആളുകളെ കൊല്ലുവാൻ, രോഗിയാക്കുവാൻ, വ്യവസായങ്ങൾ നശിപ്പിക്കുവാൻ, ഇങ്ങനെ പല രീതിയിൽ ആളുകൾ മാരണം ചെയ്യുന്നു. മന്ത്രവാദികൾ, പണിക്കന്മാർ എല്ലാം ഈ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത്രമാത്രം വ്യാപകമായ ഒരു പ്രവൃത്തിയാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് മാരണ പ്രക്രിയയിലൂടെ. ഇവിടെ സിഹർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിഹർ ബാത്തിലാക്കാതെ ആ വ്യക്തി അതിൽ നിന്ന് വിമുക്തമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സിഹർ എന്ന് പറയുന്നത് ചില കെട്ടുകൾ, മന്ത്രങ്ങൾ, എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്ന ചില വചനങ്ങൾ, അതുപോലെ തന്നെ ചില കർമ്മങ്ങൾ, ഇതെല്ലാം അടങ്ങിയതാണ് ഈ മാരണ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ആ മാരണ പ്രക്രിയ നിർവീര്യമാക്കാതെ ഒരിക്കലും വ്യക്തി അതിൽ നിന്ന് മോചിതമാകുന്നില്ല. എന്നാൽ പലപ്പോഴും ആളുകൾ ഇതിനു വേണ്ടി ചികിത്സിക്കുന്നത് അനുവദനീയമല്ലാത്ത മാർഗങ്ങളുടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസവും അതുമൂലം അവരുടെ പരലോക ജീവിതവും നാശത്തിൽ ചെന്നുപെടുന്നു എന്നുള്ളതാണ് അതിഭയങ്കരമായ അവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്നത് മറ്റൊരു ചർച്ചയിലൂടെ നമുക്ക് വിശദമായി വിവരിക്കാം. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.